അപ്പോൾ എല്ലാവരും വായോ നമുക്കൊരു അടിപൊളി ചട്ടി ചിക്കൻ പരട്ട് ഉണ്ടാക്കിയാലോ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ദിവസം ഉരുളി കിട്ടാണ്ടായപ്പോൾ ചെയ്തു നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായി ഞാൻ നല്ലൊരു ചട്ടി തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 4 വലിയ സവാള സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ട ഒരു സാധനമുണ്ട്. ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കൻ അതിലേക്ക് ഒരു വലിയ ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഉള്ളി പാകമായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് 2 വലിയ സവാള മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പച്ച ചുവ മാറി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേക്ക് ചിക്കൻ വെന്ത് വരും. ആ സമയം നമുക്കിതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ചധികം വേണം, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോളം വേണം. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിന് പുളിപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കണുണ്ട്. അപ്പോൾ എൻ്റെ തക്കാളിക്ക് കളറ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തക്കാളി കളർ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഇല്ല എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി ആയാലും മതി. ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതിയായതുകൊണ്ട് ഞങ്ങൾ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്യണം. പിന്നെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റായ മല്ലിച്ചെമ്പാണ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു പിടി മല്ലിച്ചെമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ പിന്നീട് ആഡ് ചെയ്യണുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. പക്ഷേ മല്ലിച്ചെമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, ഒരു ഫ്ലേവറും. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നല്ല വഴറ്റിയെടുക്കണം കേട്ടോ, അതിലാണ് കാര്യം. ഗ്യാസിൽ വെക്കുമ്പോൾ അടുക്കി പിടിക്കാണ്ടൊന്ന് ശ്രദ്ധിക്കണം. അടുപ്പിൽ വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആയി വരും കേട്ടോ. പിന്നെ എനിക്ക് അടുപ്പിൽ വന്ന് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് വേണോ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും വെള്ളമെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങി വന്ന് നല്ലൊരു പരുവാവും. ആ സമയത്തേക്ക് ഞാൻ കുറച്ചുകൂടെ മല്ലിച്ചെമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് കൈ വിടാണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഞാനൊരു സാധനം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണുണ്ട്. ഉപ്പൊന്ന് നോക്കിക്കോണം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യണുണ്ട്. ഞാൻ ഒരിക്കൽ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോൾ ഉണ്ടാക്കിയാലും ചിക്കൻ പരട്ടിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും. ടാറ്റാ ബൈ.